അനന്തപുരിയുടെ പുത്രൻ അറബിക്കടലിന്റെ കരുത്തുമായി അങ്ങ് ചെന്നൈയുടെ മണ്ണിൽ ബാറ്റ് എന്തിയപ്പോൾ ലോകം കണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയൊരു സൂര്യോദയം. സിംബാബ്വെക്കെതിരെ സഞ്ജു സാംസൺ പുറത്തായപ്പോൾ ഗ്യാലറിയിൽ നിശബ്ദതയല്ല, മറിച്ച് ആദരവിന്റെ ആരവങ്ങളാണ് ഉയർന്നത്. ആ ബാറ്റിങ്ങിനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ തേടിയ കമന്ററി ബോക്സിൽ ദിനേശ് കാർത്തിക് പറഞ്ഞു, ഇതാണ് ഇന്ത്യ കാത്തിരുന്ന സഞ്ജു, ഇതാണ് സഞ്ജുവിൽ നിന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്ന സസ്പെൻസ്. മുൻപ് ദിശാബോധമില്ലാതെ ഉലഞ്ഞ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് സിംബാബ്വൻ മണ്ണിൽ കരുത്തുറ്റ കവചമായത് സഞ്ജുവിന്റെ പോരാട്ട വീര്യമാണ്. സ്പിന്നർമാരെ പവർ പ്ലേയിൽ ഇറക്കിയ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയ തന്ത്രങ്ങൾക്ക് സഞ്ജു നൽകിയത് ഒരൊറ്റ മറുപടി, അതിവേഗ പ്രഹരം. സിക്കന്ദർ റാസെ എന്ന ചാണക്യനെ പവർ പ്ലേയിൽ പന്തെടുക്കാൻ പോലും സമ്മതിക്കാതെ സഞ്ജു ക്രീസിൽ നിറഞ്ഞാടി. സഞ്ജുവിന്റെ മിന്നലാട്ടങ്ങൾ പ്രകടമായ ആ ഇന്നിംഗ്സിൽ റെക്കോർഡുകൾ വഴിമാറി. പവർ പ്ലേയിൽ 10 ഓവറുകൾ എറിഞ്ഞിട്ടും ഒരു ബൗണ്ടറി പോലും വഴങ്ങാതെ മുസരാബാനിയുടെ അഹങ്കാരത്തെ ലോങ് ഓണിന് മുകളിലൂടെ പറത്തി സഞ്ജു നിലം പരിശാക്കി. സ്ക്വയർ ലെഗിലെ പുൾ ഷോട്ട് മികച്ചതാകാം, മിഡ് വിക്കറ്റിലെ ഹിറ്റ് മഹത്തരമാകാം, എന്നാൽ ലോങ് ഓണിന് മുകളിലൂടെയുള്ള ആ പുൾ ഷോട്ട് അത് അവിശ്വസനീയമെന്നേ വിളിക്കാനാവൂ. എൻഗാരാവയുടെ പന്തിൽ ബാക്ക് ഫൂട്ടിൽ സഞ്ജു തൊടുത്തുവിട്ട ആ സ്ട്രെയിറ്റ് സിക്സർ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സുന്ദരമായ കാഴ്ചയായിരുന്നു. മത്സരം കഴിഞ്ഞ് സുനിൽ ഗവാസ്കർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. 50യേക്കാൾ വലുത് ടീമിന്റെ വിജയമാണ്. സഞ്ജുവിന്റെ ചിറകിലേറിയാണ് ഇന്ത്യ ഇന്ന് പറന്നുയർന്നത്. 96ലെ ലോകകപ്പിൽ ജയസൂര്യയും കലു വിതരണയും നൽകിയ ആ സ്ഫോടനാത്മക തുടക്കങ്ങൾ പോലെ ടീമിനായി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു യഥാർത്ഥ ടീം മാനെയാണ് നാം കണ്ടത്. ചെപ്പോക്കിലെ ഗ്യാലറിയിൽ ഉയർന്ന ആ ഇരമ്പൽ ഒരു കാര്യം അടിവരയിടുന്നു, മഹേന്ദ്ര സിംഗ് ധോണി എന്ന മഹാന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനപ്രിയ ബ്രാൻഡായി സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞു. ഇത് വെറുമൊരു കളിയല്ല, സഞ്ജു എന്ന പോരാളിയുടെ അഗ്നിപരീക്ഷകളുടെ വിജയഗാഥയാണ്.